Hello guys, how are you? So guys, welcome back Audio with our international chapris. Adhe guys, we meet them, we fight them, we cry them. Adhe guys, നമ്മളെ chapris വീണ്ടും ഓരോ അപരാധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് guys. Okay. So പറഞ്ഞു കാര്യമില്ല ഗീസ്, അപരാധങ്ങളിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള അപരാധങ്ങൾ ഞാൻ ഇൻ്റർനാഷണൽ ചാപ്രീസിൽ നിന്ന് കാണേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഗീസ്. ഓക്കെ, അത് നിങ്ങളിലേക്കൂടെ പകർന്നു തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനാബോധം എന്നിലുണ്ടായി ഇടുക്കി. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. കാരണം കഞ്ചാവൊക്കെ വാരി വലിച്ചടിക്കുകയല്ലേ, ഇല്ലീഗലല്ലേ ഗീസ്. ഇവർ കാണിക്കുന്ന ഓരോ അപരാധങ്ങൾ കണ്ട ഗീസ് നമ്മളെ ഇറങ്ങി ഓടും. കാരണം ഇതേപോലുള്ള അപരാധങ്ങളാണ് ഗീസ് കാണിക്കുന്നത്. വെറുതെ ഇരിക്കുന്നവർക്ക് മണ്ടവളൊക്കെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ചെന്ന് അടിച്ചിടിക്കുക. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല ഗീസ് ഇവർ അടിച്ച് കയറ്റുന്നത്. ഇവൻ കാണിക്കുന്ന കോപ്പറങ്ങൾ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ വാണങ്ങളും കണ്ട് ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടേക്ക് ഇരുന്നെങ്കിൽ മണ്ടോളൊക്കെ അടിച്ച് പറ്റിച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങി വന്ന് മണ്ടോളൊക്കെ അടിച്ച് പറ്റിച്ചു കൊടുക്ക്. ആ അടിയെ കിട്ടിയവൻ്റെ കലയൊക്കെ പൊട്ടിക്കുകയാണ്. ഓക്കെ, കാരണം അത്രയ്ക്കും പടക്കം പറഞ്ഞൊക്കെയാണ് ഏറി അടിക്കണത്. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സിമ്മർക്കൊക്കെ ഏത് തരം കഴപ്പാണ്. ഇതൊക്കെ ഏത് തരം കഴപ്പാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫ്ലൈറ്റിംഗ് ജെറ്റ് കഴപ്പാണെന്ന്. കാരണം വെച്ചാൽ പിടിച്ച് നിർത്താൻ കഴിയില്ല, ഇവരൊക്കെ ഇങ്ങനെ ഓടി തിമിർത്തുകൊണ്ടിരിക്കും. ഇതിനൊന്നും കാട്ടി കേരളത്തിൽ തൊളിവാരി എറിഞ്ഞ് നടക്കുന്ന കുറേ ടൈപ്സ് ടീംസ് ഉണ്ടല്ലോ, അവന്മാരാണെന്ന് തോന്നുന്നു ഈ സ്പിന്നും നല്ലവന്മാർ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പ്രോഫിറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇവർക്ക് പ്രത്യേകതരം ഒരു കൗൺസിലിംഗ് വേണം. ഇവർ കണ്ണിക്കണ്ട കഞ്ചാവും തേങ്ങ മാങ്ങയൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് ഓവർ റേറ്റാണ് ഗൈസ്. ഓക്കെ, ഗൈസ്, ഇത് ഫൈറ്റാണോ അതോ ക്ലബ് ഡാൻസ് ആണോ? ഇത് എന്ത് തേങ്ങാക്കൊലിയാണ്. ഓർത്തും ചെന്ന് ലാഡറൊക്കെ എടുത്ത് മണ്ടോളൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് ആ ലാഡർ എടുത്ത് മറ്റവനെ മണ്ടോളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഏത് തരം കഴപ്പുകളാണ്. ഈ വിഷ്വൽ സെൻസിറ്റീവ് ഓറയാണെന്ന് ഗൈസ് ഇവന്മാർ. ഓക്കെ, എൻ്റെ പുന്നട ഇതൊക്കെ കണ്ട് ഗൈസ് എൻ്റെ കണ്ണുകൾക്ക് ഇങ്ങനെ നെതിർന്നിരിക്കുകയാണ്. ഓക്കെ, ഡി കഴച്ച് കീറിയത് കാണാം. അപ്പം നാളെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഇവന്മാർ ലൈൻ കമ്പിയിലെ കേബിളൊക്കെ എടുത്ത് തിന്നണ കാണാം. എന്നിട്ട് അത് ഷോക്ക് അടിച്ചുമ്പോൾ ചാവണം നമ്മളെ കാണാം. റീലിന് വേണ്ടി എന്ത് തേങ്ങാക്കൂലിയും കാണിക്കും ഇവന്മാരെ പോലുള്ള. ഇതൊക്കെ ഇനി കണ്ട് കുറേ ലുട്ടാപ്പുകൾ കണ്ട് ഇതൊക്കെ എടുത്തിട്ട് ചെയ്യണത് കാണാം. അവസാനം പുള്ളി വാരി ഇറങ്ങി ഓടുമ്പോഴേക്കും പഠിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ഇങ്ങനെ കഴിക്കാനൊന്നും കഴിയില്ല. ഓക്കെ, അത് മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ ഒരാഴ്ച ഫുഡ് കഴിച്ച് കാണില്ല. ഇനിയിപ്പോൾ ഇവ എന്തായാലും തീയും കൂടി എടുത്ത് തിന്നുന്ന വീഡിയോകൾ നമ്മൾ കാണേണ്ടി വരും. പിറ്റേ ദിവസം ഇവൻ്റെ സ്പോട്ട് മേസ്റ്റഡ് ഇഷ്ടമായിരിക്കും കേസ്. ഓക്കെ, സോ അതിനുള്ള ചാൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എന്തായാലും ഉണ്ടാവട്ടെ. ഓക്കെ, നിൻ്റെ ഗൈസ് ഇനിയിപ്പോൾ ഒളി ക്യാമറ ഉണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ഇങ്ങനെ വായിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നോക്കി, കാരണം പറയാൻ പറ്റില്ല ഗീസ്. ഇവന്മാർ വേണമെങ്കിൽ ചന്തിൻ്റെ അകത്ത് വേണമെങ്കിലും ക്യാമറ വയ്ക്കും. ആ തരമുള്ള അറപ്പന്മാരാണ് ഗീസ് ഇവന്മാർ. ഗൈസ്, ഡേ ബൈ ഡേ വേൾഡ് ഈസ് ടു ഡേറ്റി. ഓക്കെ, ആ രീതിയിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാരൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗീസ്. ഓക്കെ, ഇനിയിപ്പോൾ ആ ക്യാമറയൊക്കെ എടുത്ത് അറിയാതെയൊക്കെ എടുക്കുന്നവൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വേണം ഗീസ്. ഓക്കെ,